നമസ്കാരം. കണ്ണീര് കുടിപ്പിച്ച് കട്ടുമുടിച്ച് പാർട്ടി ഓഫീസ് കെട്ടിപ്പൊക്കി ഒടുവിൽ ദാ നിയമത്തിന്റെ മുന്നിൽ നാണം കെട്ട് വരി നിൽക്കുന്നു. അതെ, കരുവന്നൂരിലെ പാവപ്പെട്ട നിക്ഷേപകരുടെ കണ്ണീർ കണ്ട് അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ആടിയുലഞ്ഞ CPM ലീഡർഷിപ്പിന് ഒടുവിൽ കോടതിയുടെ കനത്ത പ്രഹരം. 300 കോടിയുടെ തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രിമാരും MLA മാരും അടക്കമുള്ള വമ്പൻ സ്രാവുകൾ ഇന്ന് എറണാകുളം PMLA കോടതിയുടെ വരാന്തയിൽ വരി നിന്നത് കേരളം മുഴുവൻ ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. ജാമ്യമെടുക്കാൻ നാണം കെട്ട് കോടതി കയറിയ നേതാക്കളെ കണ്ടപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇതാണോ നിങ്ങൾ പറഞ്ഞ ജനസേവനം? അതോ ഇത് പുതിയ കാലത്തെ പാർട്ടി വികസന പദ്ധതിയോ? തങ്ങളുടെ ആയുഷ്കാലത്തെ സമ്പാദ്യം മുഴുവൻ ഒരു ബാങ്കിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച പാവപ്പെട്ട സാധാരണക്കാരെ തെരുവാധാരമാക്കിയവർ ഇന്ന് നിയമത്തിന്റെ മുന്നിൽ വിറച്ചു നിൽക്കുന്നു. ഈ ജനദ്രോഹ നടപടിക്ക് കാലം കരുതി വെച്ച മറുപടിയാണ് ഇന്ന് നമ്മൾ എറണാകുളത്തെ കോടതി പരിസരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച് പാവപ്പെട്ടവന്റെ അവസാന ചില്ലിക്കാശ് വരെ തട്ടിയെടുത്ത് പാർട്ടി ഓഫീസ് കെട്ടിപ്പൊക്കിയ ആ തകർപ്പൻ വികസന മാതൃക ഇപ്പോൾ കോടതിയിൽ പൊളിഞ്ഞു വീഴുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെ സബ് കമ്മിറ്റികളെ വെച്ച് വഴിവിട്ട വായ്പകൾ നൽകി കമ്മീഷൻ അടിച്ചെടുത്തപ്പോൾ ഇവർ വിചാരിച്ചു ഇത് ആരും അറിയാൻ പോകില്ലെന്ന്. എന്നാൽ പാർട്ടിയുടെ കൊടി പിടിച്ചാൽ എന്ത് അഴിമതിയും ചെയ്തോളൂ എന്ന് കരുതുന്നവർക്ക് ഇത് വല്ലാത്തൊരു അടിയായിരുന്നു. പാവപ്പെട്ടവന്റെ മക്കളുടെ കല്യാണം മുടങ്ങിയപ്പോൾ ചികിത്സയ്ക്ക് വകയില്ലാതെ ആളുകൾ കണ്ണീരൊഴുക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് നടന്ന നേതാക്കൾ ഇന്ന് EDയുടെ കുറ്റപത്രത്തിന് മുന്നിൽ ജാമ്യത്തിനായി കെഞ്ചി നിൽക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത പുച്ഛമാണ് തോന്നുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം അക്കൗണ്ടിലുള്ള പണം ചോദിച്ചു ചെന്ന വൃദ്ധരോടും രോഗികളോടും ക്രൂരമായി പെരുമാറിയ ബാങ്ക് ജീവനക്കാരുടെയും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ യജമാനന്മാരുടെയും മുഖമൂടിയാണ് ഇപ്പോൾ പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുന്നത്. വർഷങ്ങളായി കരുവന്നൂരിലെ ഈ അഴിമതിക്കെതിരെ BJP നടത്തിയ ശക്തമായ പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്നത്തെ ഈ കോടതി നടപടികൾ. സ്വന്തം പാർട്ടിയുടെ ലേബലിൽ അഴിമതി നടത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ കഴിയൂ എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. അന്ന് BJP നേതാക്കൾ വിളിച്ചു പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഇന്ന് സത്യമാണ് എന്ന് കോടതി പോലും അംഗീകരിക്കുന്നു. ഈ നേതാക്കൾ അന്ന് പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞ ഓരോ ആരോപണവും ഇന്ന് സത്യമായി കോടതിയിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അഴിമതിക്കെതിരെ BJP സ്വീകരിക്കുന്ന നിലപാടിന്റെ ഗൗരവം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയിലെ ഈ അഴിമതിക്ക് അന്ത്യം കുറിക്കാൻ BJP നടത്തുന്ന ഈ പോരാട്ടം തന്നെയാണ് നിക്ഷേപകർക്ക് നൽകുന്ന ഏക പ്രതീക്ഷ. കരുവന്നൂരിലെ ഇരകൾക്കൊപ്പം നിൽക്കാനും അവരുടെ ശബ്ദം ഭരണാധികാരികളുടെ കാതുകളിൽ എത്തിക്കാനും BJP കാണിച്ച ഈ ആർജവം കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. കോടതി നടപടികൾ തുടങ്ങിയതോടെ കേസ് അത്യന്തം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മാസം 21-ാം തീയതി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഹാജരാകണമെന്ന കോടതിയുടെ അന്ത്യശാസനം CPM നേതൃത്വത്തിന് കിട്ടിയ മാരകമായ തിരിച്ചടിയാണ്. 83 പ്രതികളുള്ള ഈ കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രം കോടതി അംഗീകരിച്ചതോടെ വിചാരണ നടപടികൾ വേഗത്തിലാകും. രാഷ്ട്രീയ ന്യായീകരണങ്ങളുടെ കുപ്പത്തൊട്ടിയിൽ ഒളിക്കാൻ നോക്കിയാലും ഇനി അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സഹകരണ പ്രസ്ഥാനത്തിന്റെ അന്തസ്സ് കെടുത്തുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ മൗനം പാലിച്ചാൽ അത് ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വഞ്ചനയാകും. സഹകരണ ബാങ്കുകൾ പാർട്ടി ഓഫീസുകൾ പണിയാനുള്ള നിധിശേഖരമല്ല എന്ന് ഈ വിചാരണയിലൂടെയെങ്കിലും അവർ പഠിക്കട്ടെ. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കലും വ്യാജരേഖകൾ ചമച്ചുള്ള വായ്പാ വിതരണവും എങ്ങനെയാണ് ഒരു സിസ്റ്റത്തെ തകർത്തതെന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരാൻ പോവുകയാണ്. ഇന്ന് കോടതിയിൽ നേതാക്കൾ വരി നിൽക്കുന്നത് കണ്ടപ്പോൾ ജനം ചോദിക്കുന്നത് ഇതാണ്: ഇനിയെങ്കിലും പാവപ്പെട്ടവർക്ക് നീതി ലഭിക്കുമോ? കരുവന്നൂർ നിക്ഷേപകരുടെ കണ്ണീരിന് വിലയുണ്ടെന്ന് ഭരണകൂടം തിരിച്ചറിയണം. പാർട്ടിയുടെ കൊടി പിടിച്ചാൽ എന്ത് അഴിമതിയും ചെയ്യാമെന്ന അഹങ്കാരത്തിന് കാലം മറുപടി നൽകിക്കഴിഞ്ഞു. നേതാക്കൾ കോടതി വരാന്തയിൽ എത്തിയത് വെറും തുടക്കം മാത്രമാണ്. ഇനി വരാനിരിക്കുന്നത് ഇതിലും വലിയ വെളിപ്പെടുത്തലുകളും തെളിവുകളുമാണ്. അഴിമതിയുടെ ആഴം എത്രത്തോളമാണെന്ന് വൈകാതെ തന്നെ പുറത്തുവരും. അധികാരത്തിന്റെ മേലെയല്ല, നിയമത്തിന്റെ മുകളിൽ ആരുമില്ലെന്ന് കരുവന്നൂർ കേസ് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. സഹകരണ മേഖലയുടെ അടിത്തറ ഇളക്കിയ ഈ വലിയ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും തങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് വലിയ വില നൽകേണ്ടി വരും. സാധാരണക്കാരുടെ വിയർപ്പിന്റെ വിലയാണ് ഈ നേതാക്കൾ ആഡംബര ജീവിതം നയിക്കാൻ ഉപയോഗിച്ചതെന്ന് തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോൾ ജനങ്ങളുടെ പ്രതികരണവും കടുക്കും. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പടുത്തുയർത്തിയത് പാവപ്പെട്ട കർഷകരുടെയും തൊഴിലാളികളുടെയും ചോരയും നീരും കൊണ്ടാണ്. എന്നാൽ അതിനെ തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയും കള്ളപ്പണം ഒളിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാക്കിയും മാറ്റിയ രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളോട് മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. വിദേശത്തുള്ള കള്ളപ്പണക്കാരും വൻകിട ബ്ലേഡ് മാഫിയകളും ഈ ബാങ്കിലൂടെ കോടികൾ മാറ്റിമറിച്ചപ്പോൾ അതിനെ കുടപിടിച്ചു കൊടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയ ഉന്നതന്മാരാണ്. പണം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത നിക്ഷേപകരുടെ കുടുംബങ്ങളുടെ ശാപം ഈ ഭരണാധികാരികളെ വിട്ടുപോകില്ല.
തങ്ങളെ വേട്ടയാടുകയാണെന്ന സ്ഥിരം ഇരവാദം ഉയർത്തിപ്പിടിച്ച് ഇനിയും ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയാൽ അത് നടപ്പില്ലെന്ന് നേതാക്കൾ മനസ്സിലാക്കണം. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടുതൽ ശക്തമാകുമ്പോൾ തൃശൂർ ജില്ലയിലെ മറ്റു പല പ്രമുഖ സഹകരണ ബാങ്കുകളിലെയും തട്ടിപ്പുകൾ പുറത്തുവരുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരം ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ ഇവർ തയ്യാറാകണം. കോടതിക്ക് മുന്നിൽ വരി നിൽക്കുമ്പോൾ ഉണ്ടായ ആ ജാള്യത മറയ്ക്കാൻ എത്ര വലിയ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയാലും ജനങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾ മാറാൻ പോകുന്നില്ല. നിക്ഷേപകർക്ക് അവരുടെ പണം പലിശയടക്കം തിരികെ നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ തയ്യാറാകണം. അതല്ലാതെ വെറും വാഗ്ദാനങ്ങൾ നൽകി സമയം നീട്ടിക്കൊണ്ടു പോകുന്നത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുകയുള്ളൂ. നീതിയുടെ ഈ പോരാട്ടത്തിൽ ഇരകൾക്കൊപ്പം നിൽക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന ഒരു സമൂഹം ഈ കൊള്ളയ്ക്കെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. തങ്ങളുടെ സ്വന്തം ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കാൻ കഴിയാതെ സാധാരണക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ നിസ്സംഗത പാലിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ ലജ്ജാകരമാണ്. ഇത് കേവലം ഒരു സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തിന് മേൽ നടത്തിയ വലിയൊരു കടന്നാക്രമണമാണ്. രാഷ്ട്രീയ അധികാരത്തിന്റെ ബലത്തിൽ സാധാരണക്കാരുടെ സ്വത്ത് തട്ടിയെടുക്കാമെന്ന് മോഹിച്ചവർക്ക് ഇതൊരു പാഠമാകണം. പാവപ്പെട്ട തൊഴിലാളികൾ തങ്ങളുടെ പെൻഷൻ തുകയും ജീവിത സമ്പാദ്യവും ഒക്കെ നിക്ഷേപിച്ചപ്പോൾ അതിന് കാവലായിരിക്കേണ്ടവർ തന്നെ കള്ളന്മാരായി മാറിയ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസിന്റെ വേരുകൾ പൂർണ്ണമായി മറുത്തു മാറ്റുമെന്നാണ് സാധാരണക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നിയമവ്യവസ്ഥയുടെ കരുത്തിൽ ജനങ്ങൾക്ക് ഇപ്പോഴും വലിയ വിശ്വാസമുണ്ട്. ഈ അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ തനിനിറം ജനങ്ങൾ കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ജനരോഷത്തിന് മുന്നിൽ ഒരു ഭരണകൂടത്തിനും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇവർ ഓർക്കണം. ഇത് രാഷ്ട്രീയ വേട്ടയാണോ അതോ നീതി നടപ്പിലാക്കുന്നതാണോ എന്ന് നമുക്ക് നിരീക്ഷിക്കാം. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കോടതിയിൽ നടക്കുന്ന വിചാരണയും അതിലൂടെ പുറത്തുവരുന്ന അഴിമതിയുടെ ഉള്ളുകളികളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.